വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്നൊരു പുതിയ സെക്ഷനാണ് ഈ വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ച ഫങ്ഷൻസിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ് ഇവിടെ പഠിക്കുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു മച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ദിസ്, ലെറ്റ് us ഡിസ്കസ് അബൌട്ട് സം ബേസിക് ടെർമിനോളജീസ് വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഫസ്റ്റ് ഈസ് സെറ്റ്. Set is a well-defined collection of objects, meaning okay, so a set A എന്ന് പറഞ്ഞാൽ usually denoted by capital letters. It contains some elements. Okay, so let's say 1, 2, 3, 4, 5. This is a set of natural numbers up to 5. സോ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു കളക്ഷൻ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ സെറ്റിന് എന്ന് വിളിക്കുന്നത്. ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അത് വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്നതായിരിക്കണം. വിച്ച് മീൻസ് ദാറ്റ് ഒരു എലമെൻറ്റ് സെറ്റിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. അതാണ് ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് വെൽ ഡിഫൈൻഡ്. ഇഫ് യു കൺസിഡർ 6 എ നമ്പർ, 6 എന്ന് പറയുന്ന നമ്പർ ഈ സെറ്റിൻ്റെ അകത്തില്ല. ബിക്കോസ് this set contains the set of all natural numbers up to 5. So 6 is not an element. And 5 is an element of this set. 4 is an element of this set. So this is a well-defined collection. Meaning, നമ്മൾ ഏതൊരു ആർബിട്രറി എലമെൻ്റ് എടുത്തെന്ന് പറഞ്ഞാലും that element, either that element belongs to set or that element not belongs to set എന്ന് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. So another collection is set of all beautiful people in your classroom. Consider set of all beautiful people in your class. This is not a set. കാരണം ഇവിടെ വെൽ ഡിഫൈൻഡ് എന്ന ഒരു കൺസെപ്റ്റിന് ഇവിടെ വ്യത്യാസമുണ്ട്. സോ ഇഫ് യു കൺസിഡർ എ പർട്ടിക്കുലർ പേഴ്സൺ, ലെറ്റ്സ് എ പേഴ്സൺ സി എന്നൊരാളെ കൺസിഡർ ചെയ്യുന്നു. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരാളാണെന്ന് കൺസിഡർ ചെയ്യുന്നു. ആ പേഴ്സൺ ബ്യൂട്ടിഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. ആൾ മാറുന്നതനുസരിച്ച് യുവർ പെർസ്പെക്റ്റീവ് മേ ചേഞ്ച്. ഈവൻ യുവർ പെർസ്പെക്റ്റീവ് മേ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് തോന്നുന്ന ഒരാൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നണമെന്നില്ല. സോ ദിസ് സെറ്റ് ഈസ്, ഈ സെറ്റിൻ്റെ അകത്ത് ഈ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു എലമെൻറ്റ് കൃത്യമായിട്ട് ആ സെറ്റിൻ്റെ അകത്തുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇറ്റ്സ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. സോ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റ് സെറ്റിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ സെറ്റിൻ്റെ അകത്ത് കുറേ ഒബ്ജക്ട്സ് ഉണ്ട്. നൗ മൂവിങ് ഓൺ, സെറ്റ് നമ്മൾക്ക് if you are given with two arbitrary set A and B, now A and B എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് ഉണ്ട്. നോൺ എംപ്റ്റി ആണ്. സെറ്റിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ട് രണ്ട് സെറ്റിൻ്റെ അകത്തും. അങ്ങനെയാണെങ്കിൽ എയ്ക്കകത്തെ ഒരു എലമെൻറ്റ് എക്സ് എടുത്താൽ ആ എലമെൻറ്റിനെ ബിക്കകത്തെ ഒരു എലമെൻറ്റുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഓർ വി ആർ കറസ്പോണ്ടിങ് every element x in A to another element y in B. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇഫ് യു കൺസിഡർ A is equal to set 1, 2, 3 and B is equal to set A, B, C. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത് 1നെ ഞാൻ എയിലേക്ക് അസൈൻ ചെയ്യുന്നു, 2നെ ബിയിലേക്ക് അസൈൻ ചെയ്യുന്നു, 3യെ സിയിലേക്ക് അസൈൻ ചെയ്യുന്നു. സോ വാട്ട് വി ഹാവ് ഡൺ ഈസ്, എ എന്ന് പറഞ്ഞ സെറ്റിലെ ഓരോ എലമെൻസിനെയും ബി എന്ന് പറഞ്ഞ സെറ്റിലെ ഓരോ എലമെൻസിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്തു, ബന്ധിപ്പിച്ചിരിക്കുന്നു. 1നെ എയുമായിട്ട്, 2നെ ബിയുമായിട്ട്, 3യെ സിയുമായിട്ട്. ദിസ് ഈസ് കോൾഡ് എ റിലേഷൻ. ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എയ്ക്കകത്തെ ഓരോ എലമെൻസിനെയും ബിക്കകത്തെ ഓരോ എലമെൻസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എയ്ക്കകത്ത് എയും ബിയും തമ്മിലുള്ള എല്ലാ റിലേഷൻസിൻ്റെ അകത്തും എയ്ക്കകത്തെ എല്ലാ എലമെൻസിനെയും ബിക്കകത്തെ എല്ലാ എലമെൻസുമായിട്ടും തന്നെ റിലേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം 1നെ എയുമായിട്ട് മാത്രമേ റിലേറ്റ് ചെയ്യുന്നുള്ളെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഓൾസോ എ റിലേഷൻ കൺസേണിങ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ 2ഉം 3ക്കും വേറെ എലമെൻസുമായിട്ട് എന്തില്ല, റിലേഷൻ ഇല്ല. നൗ
if every element of A has a relation to some element of B, that type of relation is called function. So function means ഞാൻ എ എന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ സെറ്റിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിക്കകത്ത് ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻസിനെയും ബിയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ റിലേറ്റിംഗ് every element of A to some element of B, that type of relation is called function. So function define ചെയ്യുമ്പോൾ the only thing which we have to keep in mind is, നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു അസൈൻ എവരി എലമെൻറ്റ് എക്സ് ഇൻ എ ടു സം എലമെൻറ്റ് വൈ ഇൻ ബി. ദാറ്റ്സ് ദ തിങ്. അപ്പോൾ എഫ് എന്നുള്ളതാണ് യൂഷ്വലി എ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എങ്കിൽ എഫ് ചെയ്യുന്നത് എയ്ക്കകത്തെ എല്ലാ എലമെൻസിനെയും ബിക്കകത്തെ ഏതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഓക്കെ, കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇൻ ദിസ് കേസ് വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, മീനിങ് ദ എലമെൻറ്റ് എക്സ് ഇൻ എ ഈസ് റിലേറ്റഡ് ടു ദ എലമെൻറ്റ് വൈ ഇൻ ബി. അല്ലെങ്കിൽ ഇമേജ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്സിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് ആണ് വൈ വിച്ച് ഈസ് ഇൻ ബി. സോ ദിസ് ഈസ് കോൾഡ് എ ഫംഗ്ഷൻ. നമുക്ക് ഒരുപാട് രണ്ട് സെറ്റ് തരികയാണെങ്കിൽ വി ക്യാൻ ഡിഫൈൻ എ ലോട്ട് ഓഫ് ഫംഗ്ഷൻ. ദിസ് ഈസ് 1 2 3 ABC, ഇതൊരു ഫംഗ്ഷനാണ്. അതായത് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എ, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു ബി, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു സി. ദിസ് ഈസ് എ ഫംഗ്ഷൻ. എയ്ക്കകത്തെ എല്ലാ എലമെൻസിനെയും ബിക്കകത്തെ ഏതെങ്കിലുമൊക്കെ എലമെൻസുമായിട്ട് വി ഹാവ് റിലേറ്റഡ്. ദിസ് ഈസ് എ ഫംഗ്ഷൻ. സിമിലർലി ഞാൻ 1 2 3 1നെ എയിലോട്ട്, 2വിനെയും എയിലോട്ട്, 3യെയും എയിലോട്ട്, അവിടെ ബിക്കും സിക്കും ഒരു എലമെൻറ്റുമായിട്ട് റിലേഷൻ ഇല്ല. സോ ഹിയർ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു എ. ഇതും ഒരു ഫംഗ്ഷനാണ്. സോ എയ്ക്കകത്തെ എല്ലാ എലമെൻസിനെയും, എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്തെ എല്ലാ എലമെൻസിനെയും ബിക്കകത്തെ ഏതെങ്കിലും സെറ്റിൻ്റെ അകത്തെ ഏതെങ്കിലും എലമെൻസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ എ ലോട്ട് ഓഫ് ഫംഗ്ഷൻ ഫ്രം എ പെർട്ടിക്കുലർ സെറ്റ് ഓൺ ടു അനദർ പെർട്ടിക്കുലർ സെറ്റ്. നമ്മൾ കൺസേൺഡ് ആയിരിക്കുന്നത് റിയൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണയായിട്ട് പഠിച്ചത് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾ +2 പഠിച്ചത് വി ആർ കൺസേണിങ് വിത്ത് ഫംഗ്ഷൻ എഫ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഓൺ ടു ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സോ ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെ കുറിച്ചാണ് വി ഹാവ് കൺസേൺഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതിന് മുമ്പ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ ടെർമിനോളജീസ് ഓർ റീകോൾ സർട്ടൻ ടെർമിനോളജീസ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, മീനിങ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ബീങ് അസൈൻഡ് ടു സം എലമെൻറ്റ് ഓഫ് ബി. ദ സെറ്റ് എ ഈസ് കോൾഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. സോ വിച്ച് മീൻസ് ഒരു ഫംഗ്ഷൻ ഏത് സെറ്റിൽ നിന്നാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഒരു ഫംഗ്ഷൻ ഏത് സെറ്റിലേക്കാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിനെയാണ് അതിൻ്റെ കോ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. സോ ഹിയർ എ ഈസ് ദ ഡൊമൈൻ ആൻഡ് ബി ഈസ് ദ കോ ഡൊമൈൻ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു 1 2 3 1 ഈസ് റിലേറ്റഡ് ടു എ, 2 ഈസ് റിലേറ്റഡ് ടു ബി, 3 ഈസ് റിലേറ്റഡ് ടു സി. ഈ എയെ 1ൻ്റെ ഇമേജ് എന്ന് പറയാം, ബിയെ 2വിൻ്റെ ഇമേജ് എന്ന് പറയാം, സിയെ 3യുടെ ഇമേജ് എന്ന് പറയാം. സോ ഇമേജസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സം വൈ എന്ന് കിട്ടുന്നു, വേർ വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി എങ്കിൽ നമുക്ക് വൈയെ എക്സിൻ്റെ ഇമേജ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ നമ്മൾക്ക് ഓരോ ഫംഗ്ഷൻ്റെ ഓരോ ഫംഗ്ഷൻ എയിൽ നിന്ന് ബി എടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഓരോ എലമെൻസിനും ഓരോ ഇമേജസ് കാണും. ഓക്കെ, ഇങ്ങനെ ഇമേജസിൻ്റെ മാത്രം കളക്ഷൻസിനെയാണ് ഇമേജസിൻ്റെ മാത്രം കളക്ഷൻ, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1ൻ്റെ ഇമേജ് എ, 2വിൻ്റെ ഇമേജ് ബി, 3യുടെ ഇമേജ് സി. സോ ഇവിടുത്തെ റേഞ്ച് എന്ന് വെച്ചാൽ സെറ്റ് എ ബി സി ആണ്.
ഇവിടെ എയും ഇമേജാണ്, ബിയും ഇമേജാണ്, സിയും ഇമേജാണ്. സോ 1, 2, 3 വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. 1 ഈസ് റിലേറ്റഡ് ടു എ, 2 ഈസ് റിലേറ്റഡ് ടു ബി, 3 ഈസ് റിലേറ്റഡ് ടു എ. 1, 2, 3 ഓൾ ഓഫ് ദം ആർ റിലേറ്റഡ് ടു എ. സോ ഇവിടെ എ മാത്രമാണ് ഇമേജ്. ഓക്കെ, സോ എ മാത്രമാണ് നമ്മൾ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ കേസിൽ റേഞ്ച് എന്ന് വെച്ചാൽ സെറ്റ് എ മാത്രമേ ഉള്ളൂ. സോ ക്ലിയർലി റേഞ്ച് എന്ന് പറയുന്ന കളക്ഷൻ ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. ദിസ് ഈസ് വാട്ട് യു ഓൾറെഡി അണ്ടർസ്റ്റുഡ്. സോ റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്. പ്രത്യേകം മനസ്സിലാക്കുക, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റിന് ഒന്നിലധികം ഇമേജസ് പോസിബിൾ അല്ല, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. 1ൻ്റെ ഇമേജ് ഒന്ന് എയും ബിയും ആകാൻ പാടില്ല. ഐദർ 1ൻ്റെ ഇമേജ് എ ആണ് ഓർ 1ൻ്റെ ഇമേജ് ബി ആണ്. സോ ഒരു എലമെൻറ്റിന് ഒന്നിലധികം എന്തുണ്ടാകാൻ പാടില്ല, ഇമേജ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സെറ്റാണ് ഡൊമൈൻ. അത് ഏത് സെറ്റിലേക്കാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിനെ കോഡൊമൈൻ എന്ന് വിളിക്കും. ആ സെറ്റിൻ്റെ സബ്സെറ്റായി ഇമേജസിൻ്റെ കളക്ഷനെ നമ്മൾ റേഞ്ച് എന്ന് സാധാരണയായിട്ട് വിളിക്കും. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള ക്ലാസ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ എഫ് എന്നൊരു ഫങ്ഷൻ കൺസിഡർ ചെയ്യുന്നു വിച്ച് ഈസ് ഫ്രം ആർ ടു ആർ, വിച്ച് ഈസ് മീനിങ് ദാറ്റ് ഇവിടുത്തെ റിയൽ നമ്പേഴ്സിൽ ഏതൊരു എക്സ് എടുത്തെന്ന് പറഞ്ഞാലും വി ആർ അസൈനിങ് ഇറ്റ് ടു സം വൈ. ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. സോ നമ്മളിതിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, സോ നമ്മൾ റിയൽ നമ്പേഴ്സ്, ദിസ് ഈസ് എ റിയൽ ലൈൻ. ഓക്കെ, അതിന് പെർപെൻഡിക്കുലറായിട്ട് ദിസ് ഈസ് ഓൾസോ റിയൽ ലൈൻ. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ എന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ അകത്തെ ഓരോ എലമെൻറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്കകത്തെ ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ പോയിൻറ്റ് എക്സ് വൈ എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേർ വൈ ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഓരോ പോയിന്റും എടുക്കുക, അവിടുത്തെ എക്സ് വൈകൾ എടുക്കുക, അവിടുത്തെ എക്സ് വൈകളെ ചേർത്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് ചെയ്യുന്നത് ഒരു എക്സ് വൈ പ്ലെയിൻ്റെ അകത്തായിരിക്കും. കാരണം റിയൽ നമ്പേഴ്സിൻ്റെ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് റിയൽ നമ്പേഴ്സിൻ്റെ അകത്തൊരു വൈ ഉണ്ട്. സോ റിയൽ നമ്പേഴ്സിനെ ഒരു നമ്പർ ലൈനിൽ എക്സ് ആക്സിസ് ആയിട്ടും അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇമേജസിൻ്റെ നമ്മൾ വൈ ആക്സിസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ദിസ് ക്യാൻ ബി പ്ലോട്ടഡ് ഓൺ ആൻ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഈ പ്ലോട്ടിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഗ്രാഫ് ഓഫ് എഫ്. അപ്പോൾ ഗ്രാഫിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഗ്രാഫ് നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിനെ കളക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്തെ എല്ലാ എലമെൻസും എക്സ് വൈ എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. വേർ വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എഫ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫംഗ്ഷൻ്റെ ഇമേജസിനെ നമ്മൾ വരച്ച് പോയി കഴിഞ്ഞാൽ ആ കളക്ഷനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസിഡർ എഫ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഒരു റിയൽ നമ്പേഴ്സിനെ അതിൻ്റെ സ്ക്വയറിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ 1ൻ്റെ ഇമേജ് എന്ന് വെച്ചാൽ 1 സ്ക്വയർ വിച്ച് ഈസ് 1. 2 എടുക്കുകയാണെങ്കിൽ 2ൻ്റെ ഇമേജ് ഈസ് 2 സ്ക്വയർ 4. ഓക്കെ, നമുക്കിതിനെ പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് കൺസിഡർ ദ എക്സ് ആക്സിസ്, നെക്സ്റ്റ് കൺസിഡർ ദ വൈ ആക്സിസ്. സോ നമ്മൾ എക്സും വൈയും ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ആക്സിസ് ഈസ് വൈ ആക്സിസ്. സോ ഇവിടെ ചെയ്യുന്നത് ഓരോ എലമെൻറ്റ്, ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, this is 4, this is 1, this is 2, this is 3, this is 4. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ. സോ -1, -2, -3. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആദ്യം എഫ് ഓഫ് 1 ഈസ് ആക്ച്വലി 1 സ്ക്വയർ വിച്ച് ഈസ് ആക്ച്വലി 1. സോ 1ൻ്റെ ഇമേജ് 1, 1 തന്നെയാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഈസ് ആക്ച്വലി 1, 1. ഓക്കെ, ഇവിടെ എക്സ് 1 ആയപ്പോൾ വൈയും 1 ആയി. f of 2 is actually 2 square which is equal to 4. So 2ൻ്റെ image 4 ആണ്. Corresponding point is 2, 4. f of -1 is actually -1 square
which is 1. So minus 1 in the image 1 ആണ്. f of 0 is actually 0 square which is equal to 0. So 0യുടെ ഇമേജ് എന്ത് തന്നെയാണ്? 0 തന്നെ. അപ്പോൾ നമുക്കിതിനെ ഇനിയും പ്ലോട്ട് ചെയ്യാം. 0യുടെ ഇമേജ് 0 തന്നെ. ഓക്കെ, 1ൻ്റെ ഇമേജ് 1 തന്നെ, 2ൻ്റെ ഇമേജ് 4. ഓക്കെ, മൈനസ് 1ൻ്റെ ഇമേജ് 1 തന്നെ. ദിസ് ഈസ് -1 1. മൈനസ് 2ൻ്റെ ഇമേജ് 4. ഓക്കെ, നമ്മളിങ്ങനെ ഇതിനെ വരയ്ക്കുകയാണെങ്കിൽ we get something like this. This is actually ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഓരോ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഡ്രോ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ റിയൽ നമ്പേഴ്സിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് XY പ്ലെയിൻ്റെ അകത്തായിരിക്കും. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ the graph of f is actually a subset of R cross R. കാർട്ടീഷ്യൻ. കാരണം ഗ്രാഫിൻ്റെ അകത്തെ എല്ലാ എലമെൻസും ഓർഡേർഡ് പെയർ എക്സ് എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലാണ് വരുന്നത്. പെയർ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഫുൾ എപ്പോഴും എല്ലാ റിയൽ നമ്പേഴ്സും വേണമെന്ന് നിർബന്ധമില്ല. വിച്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് ആർ ക്രോസ് ആർ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച്. സോ റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ വി ക്യാൻ പ്ലോട്ട് ഇൻ XY ആക്സിസ് വിച്ച് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് ആർ ക്രോസ് ആർ. സോ ദിസ് ഈസ് ദ ജനറൽ ഐഡിയ അബൌട്ട് ഫംഗ്ഷൻ. ഇതാണ് നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് എടുക്കുമ്പോൾ we have two classes of variables. നമ്മൾ y is equal to f of x എന്നാണ് എടുത്തത്. Here y depends upon x, so y is called the dependent variable. കാരണം നമ്മൾ y-യെ റേഞ്ചിൻ്റെ അകത്തെ വേരിയബിൾ ആയിട്ടാണ് എടുത്തത്. റേഞ്ചിൻ്റെ അകത്തെ വേരിയബിൾസ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനിയും x ആണ്, നമ്മൾ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് y എന്നെടുത്തത്. സോ x is called independent variable. സോ ഇവിടെ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ, എ ഫംഗ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ. ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ. അപ്പോൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യൂഷ്വലി ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ഓൺ ടു ദ റിയൽ നമ്പേഴ്സ്. Okay, ഓരോ റിയൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് അസൈനിങ് another റിയൽ നമ്പർ. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ ഐഡിയ റിഗാർഡിങ് ദ ഫംഗ്ഷൻ. നമുക്കിങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസും അതിൻ്റെ പ്ലോട്ട്സും വി ക്യാൻ കൺസിഡർ. ലെറ്റ് us മൂവ് സം എക്സാമ്പിൾസ്. സോ നമ്മൾ ജിയോജിബ്ര എന്നൊരു ആപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വി ആർ പ്ലോട്ടിംഗ് സം ഫങ്ഷൻസ് ആൻഡ് ദിസ് ഗ്രാഫ്. ഓക്കെ, XY ആക്സിസ് ഉണ്ട്. ഇവിടെ ഇൻപുട്ട് നമ്മൾ ഒരു എക്സ് കൊടുക്കുന്നു. സോ y ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആൻസർ എന്ത് വരുന്നു എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. y ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. ഓക്കെ, ഇനി നമ്മൾ എക്സ് സ്ക്വയർ ആണ് വരയ്ക്കുന്നതെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ദ ഗ്രാഫ്. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഓക്കെ ദ ഗ്രാഫ് ചേഞ്ചസ്. ലുക്ക് അറ്റ് ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സിൻ്റെ ഗ്രാഫ്. മറ്റേ ഗ്രാഫുമായിട്ട് വ്യത്യാസമുണ്ട്. മറ്റേത് 0 0 കൂടാണ് പാസ് ചെയ്തത്. ഇത് -1 0 കൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് അസൈനിങ്. ഇനി നമുക്ക് ഗ്രാഫ് മാറ്റാം. എക്സ് സ്ക്വയറിന് പകരം ലെറ്റ്സ് സേ എക്സ് ക്യൂബ് എന്നൊരു ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ്ലി മാറും. ഓക്കെ, സോ ഇറ്റ് ചേഞ്ചസ്. ഇതാണ് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞൊരു ഗ്രാഫ്. മുമ്പത്തെ ഗ്രാഫുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെയും ഓരോ പോയിന്റ് ഇപ്പോൾ -1 എടുക്കുമ്പോൾ -1ൻ്റെ ക്യൂബ് ഈസ് ആക്ച്വലി -1. ഓക്കെ, സോ ദിസ് പോയിന്റ് ഈസ് ആക്ച്വലി -1 1.
ഇവിടെ 1 എടുക്കുമ്പോൾ 1ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1. സോ കറസ്പോണ്ടിങ് പോയിന്റ് ഈസ് 1 1. 2 എടുക്കുമ്പോൾ 2ൻ്റെ ക്യൂബ് ഈസ് 8. അതുകൊണ്ടാണ് മേളിൽ പോയിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ പ്ലോട്ട് സിമിലർലി ഗ്രാഫ്. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ക്യൂബ്, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് റൈസ് ടു 1/2, ഇതൊക്കെയാണ് നമ്മളുടെ ഗ്രാഫ്. ഓക്കെ, സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്ലോട്ട് റൂട്ട് എക്സ്. നമ്മൾ റൂട്ട് എക്സ് എന്നൊരു ഗ്രാഫ് എടുക്കുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഗ്രാഫ് ഓഫ് റൂട്ട് എക്സ്. ഓക്കെ, ഇതാണ് റൂട്ട് എക്സിൻ്റെ ഗ്രാഫ്. റൂട്ട് എക്സിൻ്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആക്സിസ്. റൂട്ട് ഓഫ് മൈനസ് നമ്പർ എപ്പോഴും കോംപ്ലക്സ് നമ്പർ ആണല്ലോ, അതുകൊണ്ടാണ് നെഗറ്റീവ് ആക്സിസിൽ ഇത് വരാഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എടുക്കാം. ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് എന്നൊരു നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എന്നൊരു ഗ്രാഫ് വേണമെങ്കിൽ വി ക്യാൻ കൺസിഡർ. ഇതാണ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. നമ്മളുടെ മുമ്പിലത്തെ ഗ്രാഫും ഉണ്ട്, റൂട്ട് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഇവിടെ ഉണ്ട്, ഒപ്പം മോഡുലസ് ഓഫ് എക്സ് ഈ വരച്ചിരിക്കുന്നതാണ് ഗ്രാഫ്. സോ വി ക്യാൻ പ്ലോട്ട് ലോട്ട് ഓഫ് ഗ്രാഫ്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ദ ഓൺലി പോയിന്റ് വിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ്, നമ്മൾ മോഡ് എക്സ് മാത്രം വന്നു. ഇവിടെ നമ്മൾ എക്സിൻ്റെ അകത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈക്കകത്തെ പോയിന്റ്, ഇവിടെ -2 കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് -2 ഈസ് 2. സോ കറസ്പോണ്ടിങ് പോയിന്റ് ഈസ് -2 2 ഇവിടെ ഉണ്ട്. ഇനി 2 കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് 2 ഈസ് 2. സോ 2 2 എന്നുള്ള പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും വരച്ചിരിക്കുന്നു. സോ കറസ്പോണ്ടിങ് ടു എവറി പോയിന്റ് ഇൻ ദ എക്സ് ആക്സിസ് വി ക്യാൻ ഡ്രോ സം പോയിന്റ് ഇൻ വൈ ആക്സിസ് വിച്ച് ഈസ് ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അത് എക്സ് വൈ ആക്സിസിൽ വി ക്യാൻ പ്ലോട്ട്. ഓക്കെ, നൗ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ്. നമ്മൾ സാധാരണ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ഓൺ ടു എ ഹയർ ക്ലാസ്. ആസ് ഐ ഹാവ് ടോൾഡ് യു, നമുക്ക് ഈ സിംഗിൾ വേരിയബിൾ ഫങ്ഷൻസിനെ പകരം മോർ ദാൻ വൺ വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇഫ് യു കൺസിഡർ എഫ് പി എ ഫങ്ഷൻ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ വിച്ച് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, അതിൻ്റെ ആൻസർ ഒരു റിയൽ നമ്പേഴ്സാണ്. ഇവിടെ നമ്മളുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ആർ ക്രോസ് ആർ ആണ്. എന്ന് വെച്ചാൽ ഈ ഡൊമൈൻ്റെ അകത്തെ ഓരോ പോയിന്റും സം ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ സം ഇസഡ് ആണെന്ന് വെച്ചോളൂ. സോ ഇവിടെ വി ഹാവ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദീസ് ടു ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഹിയർ ഇസഡ് ഈസ് ദ ഡിപ്പെൻഡൻറ്റ്. സോ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട്. സോ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നുള്ളത് എക്സ് വൈ പ്ലെയിൻ ആണ്. ദിസ് ഈസ് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ട്. ദിസ് ഈസ് എക്സ് ആക്സിസ് വൈ. അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിൻ്റെ അകത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വി ആർ മാപ്പിംഗ് ഇറ്റ് ഓൺ ടു ഇസഡ് ആക്സിസ്. ഓക്കെ, സോ ഇവിടുത്തെ എക്സ് വൈ പ്ലെയിൻ്റെ അകത്തെ ഒരു പോയിൻ്റാണ് ഇങ്ങനെ കിടക്കുന്ന ഇ. ദിസ് ഇസഡ് ആക്സിസ് ഓൺ ടു ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് ആക്സിസിൽ ആ പർട്ടിക്കുലർ ഹൈറ്റിൽ ആ പോയിന്റ് മാപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് നമുക്ക് ഒന്നിലധികം വേരിയബിൾസ് ഇവിടെ ഉണ്ട്. ദിസ് ഈസ് ആൻ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ വൺ വേരിയബിൾ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ. ഇനി നമുക്ക് ഇതേ ഫംഗ്ഷൻ തന്നെ വി ക്യാൻ ഡിഫൈൻ ഫ്രം ആർ ക്രോസ് ആർ ഓൺ ടു ആർ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തെ ആർ ക്രോസ് ആറിൻ്റെ അകത്ത് ഒരു ആർബിട്രറി എലമെൻ്റ് എന്ന് വെച്ചാൽ ഓർഡേർഡ് ട്രിപ്ലറ്റ് എക്സ് വൈ ഇസഡ് ആണ്. ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ഇത് സെക്കൻഡ് കമ്പോണൻറ്റ്, ഇത് സെക്കൻഡ്, ഇത് സം ഡബ്ല്യൂയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും വൈ ഇസഡും ആണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡബ്ല്യു ആണ്. സോ ഇവിടെ 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡബ്ല്യു പറയുന്നത്. സോ ഇവിടെ നമ്മൾ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തപ്പോൾ എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്, ഇസഡ് ആക്സ് ഉണ്ട്. സോ നമുക്ക് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്പേസ് ആണ് കിട്ടിയത്, അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സ് വൈ ഇസഡ്, അപ്പോൾ നമുക്ക് കിട്ടിയത് ഓൾറെഡി ഇതിൻ്റെ ആൻസർ എക്സ് വൈ ഇസഡ്, ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ഇവിടെ നമുക്ക് 3 കമ്പോണൻസ് ഉണ്ട് വിച്ച് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് ആർ ക്രോസ് ആർ അല്ലെങ്കിൽ ആർ ക്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം.
സോ ഈ 2 വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് സ്പേസിൻ്റെ അകത്ത് അല്ലെങ്കിൽ R³ അകത്താണ് ഉള്ളത്. ഇനി 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞത് R⁴ സബ്സെറ്റ് ആയിരിക്കും. കാരണം ഡൊമൈൻ്റെ അകത്ത് R ക്രോസ് R 3 വേരിയബിൾസ് ഉണ്ട്. ഇമേജ് ഒരു വേരിയബിൾ, ടോട്ടൽ 4 വേരിയബിൾ. സോ ഇറ്റ് ഷുഡ് ബി എ സബ്സെറ്റ് ഓഫ് R⁴. സോ ദീസ് ആർ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.